ഹലോ ഫ്രണ്ട്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മഞ്ചേരിക്കടുത്തുള്ള ഒരു കൊച്ചു മീശപ്പുലിമല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് നമ്മൾ യാത്ര. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെതാ സമയം 6 മണിയായി. രാവിലെ അടിപൊളി കാഴ്ച കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? രാത്രി മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് വലുതായിട്ടുള്ള കോട അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ നമുക്ക് സൺറൈസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ടെൻറ്റ് സ്റ്റേ ചെയ്തത് ഇവിടെയാണ്. നമുക്ക് ഇതിന് അപ്പുറം സൈഡിലൊന്ന് പോയി നോക്കാം. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് വിഷ്വലുകളൊക്കെ എടുത്തിട്ട് വരാം. ഏകദേശം സമയം 6:15 അപ്പോൾ സൺറൈസൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കൈൻ്റെ രീതി നോക്കി, സ്കൈ വേറൊരു ലെവലില്ലേ. അപ്പോൾ നമുക്ക് ഈ സൈഡിലൊക്കെ കുറേ വലിയ വലിയ മലനിരകൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് മലനിരകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈവനിങ് ടൈമും അടിപൊളി വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. കൂടുതൽ ഫാമിലികളും അതുപോലെ കൂടുതൽ ആളുകളൊക്കെ വരുന്നൊരു പ്രദേശമാണ്. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. പിന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മളെ ഈവനിങ് ടൈമിലൊക്കെ ഫാമിലിയായിട്ടും അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ വരാറുള്ള സ്ഥലമാണ്. വരുന്നവരൊക്കെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും കൊണ്ടുവരാതെ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ തിരിച്ച് കൊണ്ടുപോവുക. ഇവിടെ പണ്ട് കാലങ്ങളിൽ ഇവിടെ റബ്ബർ കൃഷി ആയിരുന്നു. അതിൻ്റെ ഒരു സിസ്റ്റങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമ്മളെ മഞ്ചേരി ടൗണാണ് കാണുന്നത്. പക്ഷേ കോട ഉണ്ടായത് കൊണ്ട് കൂടുതലൊന്നും ക്ലിയർ ആവുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടേക്ക് എങ്ങനെയാണ് എത്തുക എന്നത് നമ്മളെ മഞ്ചേരി ടൗണിൽ നിന്ന് ആകെ 6 കിലോമീറ്ററിൻ്റെ ദൂരമുള്ളൂ. അതായത് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് റോഡിന് പോന്നിട്ട് നറുകര എന്ന സ്ഥലത്ത് നിന്ന് യൂണിറ്റി മല എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. യൂണിറ്റി കോളേജിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന യൂണിറ്റി മല എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ഈ സ്ഥലം. അപ്പോൾ പരമാവധി ആളുകൾ വരാൻ ശ്രമിക്കുക. അടിപൊളി സ്ഥലമാണ്. രാത്രി ഒരു മഴ പെയ്യുകയാണെങ്കിൽ രാവിലെ നല്ല കോടയും അടിപൊളി കോടയായിരിക്കും കാണാൻ സാധിക്കുന്നത്. കാണുന്നില്ലേ? ഫുള്ള് കോടയിൽ മൂടി കിടക്കുകയാണ്. മുകളിൽ സൂര്യനുണ്ട്, അതുകൊണ്ടാണ് ക്ലിയർ കമ്മി വരുന്നത്. കൂടുതൽ ആളുകൾ വരുന്നൊരു പ്രദേശമാണിത്. അതുകൊണ്ട് ഇവിടെ വരുന്നവരൊക്കെ വേസ്റ്റുകളൊന്നും ഇടാതെ നല്ല രീതിയിൽ വന്നിട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും
അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.